ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചാറിൻ്റെ. നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് 2 ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഈ അച്ചാർ അവർക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇത് പഴുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. പുഴു വരാതിരിക്കാനായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് മാങ്ങ ഒന്ന് മുക്കി വെച്ചാൽ മതി. മാങ്ങ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുക്കണം. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുത്തിരിക്കണം. മാങ്ങ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. നീളത്തിലൊന്ന് അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം. കൂടുതലായിട്ട് ചെറുതാവാൻ പാടില്ല. ഒരു കട്ടിയിൽ, കുറച്ച് കട്ടിയിൽ ഇതുപോലെ നമ്മൾ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാറിൽ എപ്പോഴും കുറച്ച് ഉപ്പ് കയറി നിൽക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. നമ്മൾ വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇതുപോലെ 4 ഭാഗങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് നടുവോടെ. ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കണം, എണ്ണയൊന്നും ഒഴിക്കാതെ. ഉലുവയും കടുകും എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടണം, കരിയാനായിട്ട് പാടില്ല. ഇതുപോലെ എല്ലാം നന്നായി പൊട്ടണം കേട്ടോ. കായം നല്ലെണ്ണയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. മാറിയതിന് ശേഷം കായും ഇതും കൂടി പൊടിച്ചെടുക്കണം. മാങ്ങ ഇതുപോലെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നല്ല അങ്ങനെ വെള്ളം നന്നായിട്ട് ഊറി നിൽക്കുന്നുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കുന്ന പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരിക്കലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇളക്കാൻ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ഒരിക്കലും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തതും ഫ്ലെയിം ഓഫ് ചെയ്യണം, കാരണം ഈ പാത്രത്തിലുള്ള ചൂട് തന്നെ കരിയാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന പരുവാകുമ്പോൾ നേരത്തെ കടുകും ഉലുവയും കായും കൂടി പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മാങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇളക്കുന്ന ടൈമിൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിതിൽ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി, അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മാങ്ങ കൂടുതലായിട്ട് വേകാനായിട്ട് പാടില്ല. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ടൈമിൽ തന്നെ ഓഫ് ചെയ്ത് വെക്കാം. അടിപൊളി മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി വേറെ ഏതെങ്കിലും അച്ചാർ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ.